ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തിയ ചാവക്കാട് താലൂക്ക് ഓഫീസ് മാർച്ചിൽ സംഘർഷം. എസ്ഐ അടക്കം 4 പോലീസുകാർക്കും 2 ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കും പരിക്ക്. ഗുരുവായൂർ ഏകാദശി വിളക്കാഘോഷങ്ങൾക്ക് ശനിയാഴ്ച തുടക്കം. ചെമ്പൈ സംഗീതോത്സവം നവംബർ 8-ന് ആരംഭിക്കും. തീരദേശത്ത് വെള്ളിയാഴ്ച മോഷണക്കേസിലെ പ്രതികളായ 2 പേരെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. ചളിങ്ങാട് സ്വദേശി അഫ്സലും പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിയുമാണ് പിടിയിലായത്. ഗ്രാമവാർത്തകളിലേക്ക് സ്വാഗതം. വിശദാംശങ്ങളിലേക്ക്. പാകിസ്ഥാൻ സ്വദേശിയാണെന്ന് ആരോപിച്ച മലയാളി യുവാവിനെ മുംബൈ പോലീസ് ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി ഇടപെട്ട് സമ്മർദ്ദം ചെലുത്തണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തിയ ചാവക്കാട് താലൂക്ക് ഓഫീസ് മാർച്ചിൽ സംഘർഷം. എസ്ഐ അടക്കം 4 പോലീസുകാർക്കും 2 ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കും പരിക്കേറ്റു. ചാവക്കാട് എസ്ഐ പി ഡി അനൂപ് മോൻ, സിപിഎമാരായ കെ പി ശ്രീകുമാർ, ബി സി ജിതേഷ്, എം യു ഫൈസൽ, ഡിവൈഎഫ്ഐ പ്രവർത്തകരായ ഐറിൻ ആന്റണി, ഇ ബി സുധീർ എന്നിവർക്കാണ് പരിക്കേറ്റത്. ചൊവ്വാഴ്ച വൈകിട്ട് 4:00-ഓടെയായിരുന്നു സംഭവം. പ്രകടനവുമായി എത്തിയ പ്രവർത്തകർ താലൂക്ക് ഓഫീസിന് മുന്നിൽ നിലയുറപ്പിച്ച പോലീസ് വലയം ഭേദിക്കാൻ ശ്രമിച്ചതോടെയാണ് സംഘർഷത്തിന് തുടക്കമായത്. ഇതോടെ സമരക്കാരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പോലീസിനെ മറികടന്ന് താലൂക്ക് ഓഫീസ് വളപ്പിലേക്ക് കയറാൻ ശ്രമിച്ചതോടെ സംഘർഷം രൂക്ഷമായി. ഇതിനിടയിലാണ് പോലീസിനും ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കും പരിക്കേറ്റത്. ഗുരുവായൂർ ഏകാദശി വിളക്കാഘോഷങ്ങൾക്ക് ശനിയാഴ്ച തുടക്കമാകും. ദശകങ്ങളായി ക്ഷേത്രത്തിൽ ഏകാദശി വിളക്ക് നടത്തിവരാറുള്ള പാലക്കാട് പറമ്പോട്ട് അമ്മിണി അമ്മയുടെ വകയാണ് ആദിവിളക്ക്. 30 ദിവസം വ്യക്തികളും സ്ഥാപനങ്ങളും വഴിപാടായാണ് വിളക്ക് നടത്തുന്നത്. വിളക്കാഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ നിത്യവും പുഷ്പാലങ്കാരം, ദീപാലങ്കാരം, പഞ്ചാരിമേളം, പഞ്ചവാദ്യം, എഴുന്നള്ളിപ്പുകൾ, കലാപരിപാടികൾ എന്നിവയുണ്ടാകും. ഏകാദശിയോടനുബന്ധിച്ചുള്ള ചെമ്പൈ സംഗീതോത്സവത്തിന് നവംബർ 8-ന് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ തുടക്കമാകും. 15 ദിവസങ്ങളിലായി 3000-ലധികം പേർ സംഗീതോത്സവത്തിൽ പങ്കെടുക്കും. നവംബർ 22-നാണ് പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി. തീരദേശത്ത് തുടർച്ചയായി ഉണ്ടായ വെള്ളിയാഴ്ച മോഷണക്കേസിലെ പ്രതികളായ 2 പേരെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. കയ്പമംഗലം ചളിങ്ങാട് കല്ലിപ്പറമ്പത്ത് വീട്ടിൽ അഫ്സലും കൂട്ടുകാരനും 16-കാരനുമായ വിദ്യാർത്ഥിയുമാണ് പിടിയിലായത്. കാക്കാത്തിരുത്തി ഇസത്തുൽ ഇസ്ലാം മദ്രസയിൽ മഹല്ല് ഖത്തീബിന്റെ മുറി കുത്തി തുറന്ന് ലാപ്ടോപ്പും മൊബൈൽ ഫോണുകളും പണവും കവർന്ന കേസിലാണ് വെള്ളിയാഴ്ച മോഷണക്കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഈ മാസം 9-നാണ് മോഷണം നടന്നത്. സംഭവ ദിവസം എല്ലാവരും നമസ്കാരത്തിന് പള്ളിയിൽ കയറിയ സമയം ഖത്തീബിന്റെ മുറിയുടെ വാതിൽ കമ്പി ഉപയോഗിച്ച് പൊളിച്ച് പ്രതി അഫ്സൽ അകത്ത് കടക്കുകയായിരുന്നു. ഈ സമയം 1-ാം നിലയിലെ കോവണിയിൽ കൂട്ടുകാരനെ കാവൽ നിർത്തിയാണ് മോഷണം നടത്തിയത്. മോഷണം കഴിഞ്ഞ ഉടനെ 3 പീടികയിൽ നിന്ന് കാർ വാടകയ്ക്കെടുത്ത് എറണാകുളത്തെത്തി മോഷ്ടിച്ച ലാപ്ടോപ്പും മൊബൈൽ ഫോണുകളും വിൽപ്പന നടത്തുകയായിരുന്നു. ലാപ്ടോപ്പും മൊബൈൽ ഫോണും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. 2 വർഷം മുൻപ് അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മൊബൈൽ ഫോൺ മോഷ്ടിച്ച കേസിലെ പ്രതിയാണ് അഫ്സൽ. ഈ കേസിൽ പ്രായപൂർത്തിയാകാത്തതിനാൽ വെറുതെ വിട്ടതും വെള്ളിയാഴ്ച കള്ളന്മാർ പിടിയിലാകാത്തതും മോഷണം നടത്താൻ പ്രേരണയായി. എറണാകുളത്ത് കെട്ടിട നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ തൊഴിലാളികളുടെ പണവും ഫോണുകളും കവരുന്നിടത്തു നിന്നാണ് അഫ്സൽ മോഷണം തൊഴിലാക്കുന്നത്. പിതാവും മാതാവും വിവാഹമോചിതരായതിനാൽ ഇടയ്ക്ക് പിതാവിന്റെ വീടായ ചെളിങ്ങാടും പഠനത്തിനായി എറണാകുളം ഞാറയ്ക്കലുമാണ് പ്രതിയുടെ താമസം. ആഡംബര ജീവിതം നയിക്കുന്നതിനാണ് പ്രതി മോഷണം പതിവാക്കിയത്. 1.5 ലക്ഷം രൂപ വില വരുന്ന ബൈക്കാണ് അഫ്സൽ ഉപയോഗിക്കുന്നത്. കൊടുങ്ങല്ലൂർ സിഐ NS സലീഷ്, മതിലകം എസ്ഐ MK ഷാജി, സീനിയർ CPOമാരായ മുഹമ്മദ് റാഫി, മുഹമ്മദ് അഷ്റഫ്, ഗോപി, ബിജു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. TCV കയ്പമംഗലം. ചിമ്മിനി ടൂറിസത്തിന് പുത്തൻ മുഖം നൽകി വിനോദസഞ്ചാരികൾക്കായി മുളച്ചങ്ങാടം ഒരുങ്ങുന്നു. വനം വകുപ്പിന്റെ സഹകരണത്തോടെ ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റിയാണ് മുളച്ചങ്ങാടം നീറ്റിലിറക്കുന്നത്. ചിമ്മിനിയുടെ എർത്ത് ഡാമിലെ ജലസംഭരണിയിലാണ് വിനോദസഞ്ചാരികൾക്കായി 2 മുളച്ചങ്ങാടങ്ങൾ ഒരുക്കുന്നത്. ചങ്ങാടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് പറമ്പിക്കുളം കടവ് ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റിയിലെ അംഗങ്ങളാണ്. വ്യാഴാഴ്ച മുതൽ എർത്ത് ഡാമിൽ ജലസവാരി ആരംഭിക്കും. സഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി വനവിഭവ ശേഖരങ്ങളുടെ പുതിയ ഷോപ്പും കോഫി ഷോപ്പും പ്രവർത്തനം തുടങ്ങും. ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അനുവദിച്ച 4.5 കോടി രൂപയുടെ ടൂറിസം പദ്ധതികൾ നടത്തുന്നതിന്റെ മുന്നോടിയായാണ് ആദിവാസി വിഭാഗങ്ങൾ വിനോദസഞ്ചാരികൾക്കായി മുളച്ചങ്ങാടം തീർത്തിട്ടുള്ളത്. ഇരിഞ്ഞാലക്കുട നഗരസഭയിലും മറ്റ് പ്രദേശങ്ങളിലും വിമത സ്ഥാനാർത്ഥികളെ നിർത്തിയ MP ജാക്സനെതിരെ നടപടി വേണമെന്ന് ഐ ഗ്രൂപ്പ് നേതാക്കൾ ഇരിഞ്ഞാലക്കുടയിൽ ആവശ്യപ്പെട്ടു. KPCCയുടെ നിർദ്ദേശങ്ങൾ മറികടന്നാണ് പല സ്ഥാനാർത്ഥികളെയും MP ജാക്സൺ ഇരിഞ്ഞാലക്കുടയിൽ മത്സരിപ്പിക്കുന്നതെന്ന് ഇവർ ആരോപിച്ചു. KPCC പ്രസിഡന്റിന് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. അതിനാൽ അടിയന്തരമായി ഈ വിഷയത്തിൽ KPCC ഇടപെടണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. KPCC എക്സിക്യൂട്ടീവ് അംഗം TB ജോൺസൺ, DCC ജനറൽ സെക്രട്ടറി MS അനിൽകുമാർ, അഡ്വക്കേറ്റ് ആന്റണി തെക്കേക്കര എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
കുരഞ്ഞിയൂരിൽ കാറ്റിലും മഴയിലും വീട് തകർന്നു വീണു. പുന്നയൂർ പഞ്ചായത്തിലെ കുരഞ്ഞിയൂർ ലക്ഷം വീട്ടിൽ VL വർഗീസിന്റെ വീടാണ് കഴിഞ്ഞ ദിവസം തകർന്നു വീണത്. ഉറങ്ങുകയായിരുന്ന വർഗീസ് ശബ്ദം കേട്ട് ഉണർന്നതിനാൽ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു. അപകടത്തിൽ വീട്ടുസാധനങ്ങൾക്ക് കേടുപാട് പറ്റി. ശ്രീരാമൻചിറ ഉൾപ്പെടെയുള്ള കോൾ മേഖലകളിൽ കർഷകർക്ക് ഭീഷണി ഉയർത്തുന്ന കുളവാഴയും ചണ്ടിയും നീക്കാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുമെന്ന് ഗീതാ ഗോപി MLA പറഞ്ഞു. കോൾപ്പാടത്തെ ചാലുകളിലെ നീരൊഴുക്ക് കുളവാഴയും ചണ്ടിയും മൂലം തടസ്സപ്പെട്ടത് MLAയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴായിരുന്നു പ്രതികരണം. ഇറിഗേഷന്റെയും മൈനർ ഇറിഗേഷന്റെയും മേജർ ഇറിഗേഷന്റെയും ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കും. ഏറ്റവും അടുത്ത് തന്നെ ഈ സ്ഥലം ഒന്ന് അടിയന്തരമായി പരിശോധിക്കുകയും തൃശൂർ കോൾ കർഷകർക്ക് വരുന്ന ഈ ചണ്ടികളുടെ പ്രശ്നം, അതായത് കുളവാഴ വന്ന് നിറയുകയും കോൾ കർഷകർക്ക് ഭീഷണി നേരിടുന്ന ഈ പ്രശ്നം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ബന്ധപ്പെട്ട ഇറിഗേഷൻ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ച് ഇവയെല്ലാം നീക്കം ചെയ്യാൻ നടപടി ആരംഭിക്കും. വേനൽക്കാലത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്ന ശ്രീരാമൻചിറ പ്രദേശങ്ങളിൽ കോൾചാലുകൾ വൃത്തിയാക്കിയാൽ ഒരു പരിധിവരെ വെള്ളം ലഭ്യമാകുമെന്നും MLA പറഞ്ഞു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അലംഭാവമാണ് കോൾചാലുകൾ ചണ്ടിയും കുളവാഴയും നിറഞ്ഞു നശിക്കാൻ കാരണമാകുന്നതെന്നും MLA അഭിപ്രായപ്പെട്ടു. ശ്രീരാമൻചിറയിലെ കർഷകർക്ക് കൊയ്ത്തിനായി തുറന്നുകൊടുത്ത ചിറയുടെ കിഴക്കേസ് ലൂയിസ് കനാൽ അടച്ചു. ശ്രീരാമൻചിറയിൽ വെള്ളം കെട്ടിനിന്ന് കൃഷി നശിക്കുന്നുവെന്ന ഘട്ടം വന്നപ്പോഴാണ് ഗീതാ ഗോപി MLA ഇടപെട്ട് ഈ മാസം 8-ന് കനാൽ തുറന്ന് അധിക ജലം ഒഴുക്കിവിട്ടത്. കൊയ്ത്തു കഴിഞ്ഞാൽ പാടശേഖര സമിതിയുടെ ചെലവിൽ ചിറകെട്ടി നൽകാമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. MLAയുടെ ഇടപെടൽ മൂലം 75 ഏക്കർ നെൽകൃഷി കർഷകർക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞു. പാടശേഖര സമിതി പ്രസിഡന്റ് ദിവ്യാനന്ദൻ ചാലിയത്ത്, സെക്രട്ടറി വിൽസൺ പുലിക്കോട്ടിൽ, ചിറക്കെട്ട് സമിതി പ്രസിഡന്റ് സുനിൽകുമാർ തുടങ്ങിയവരും ഉണ്ടായിരുന്നു. തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരി ടൌണിൽ റോഡിന് കുറുകെ സ്ഥാപിച്ചിരുന്ന കമാനം പോലീസ് നീക്കം ചെയ്തു. വടക്കാഞ്ചേരി കോടതിക്ക് മുൻവശത്തെ റോഡിലാണ് CBSE കലോത്സവത്തിന്റെ കമാനം സ്ഥാപിച്ചിരുന്നത്. ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് ഒട്ടേറെ കമാനങ്ങൾ മേഖലയിൽ സ്ഥാപിച്ചതിനെതിരെ വടക്കാഞ്ചേരി CI MK സുരേഷ് കുമാർ, SI കൃഷ്ണൻപോറ്റി എന്നിവരുടെ നേതൃത്വത്തിൽ നടപടിയെടുക്കുകയായിരുന്നു. മറ്റു ഗ്രാമവാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വാർത്തകൾ തുടരുന്നു. ദേശമംഗലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ശതാബ്ദി സ്മാരക മന്ദിരം കെ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. CC ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ വകയിരുത്തിയാണ് ശതാബ്ദി സ്മാരക മന്ദിരം നിർമ്മിച്ചിട്ടുള്ളത്. MS ഏലിയാമ്മ, AM പുഷ്കരൻ, N മണികണ്ഠൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. അഖില ഭാരത അയ്യപ്പ സേവാ സംഘത്തിന്റെ ദേശീയ ഭാരവാഹികൾക്ക് ഈ മാസം 24-ന് കൊടകരയിൽ സ്വീകരണം നൽകുമെന്ന് ജില്ലാ ഭാരവാഹികൾ അറിയിച്ചു. പൂനിലാർക്കാവ് ഭജന മണ്ഡപത്തിൽ നടക്കുന്ന സ്വീകരണ സമ്മേളനം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MP ഭാസ്കരൻ നായർ ഉദ്ഘാടനം ചെയ്യും. ശബരിമല തീർത്ഥാടകർക്കായി കൊടകര പൂനിലാർക്കാവ് ക്ഷേത്രം, കുറുമാലിക്കാവ് ക്ഷേത്രം, കോലഴി, വടകുറുമ്പ ക്ഷേത്രം എന്നിവിടങ്ങളിൽ അയ്യപ്പ സേവാ സംഘം വിശ്രമ കേന്ദ്രങ്ങൾ തുറക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ അഖിലേന്ത്യാ സെക്രട്ടറി E കൃഷ്ണൻ നായർ, ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് P ഗോവിന്ദൻകുട്ടി, ജോയിന്റ് സെക്രട്ടറി സോമശേഖരൻ എന്നിവർ പങ്കെടുത്തു. 50-ാം വാർഷികം ആഘോഷിക്കുന്ന കുന്നംകുളം ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സേവന ബോധവൽക്കരണ റാലി നടന്നു. കുന്നംകുളം വ്യാപാരി ഭവനിൽ നിന്ന് ആരംഭിച്ച റാലി ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP സാക്സൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. AN ജോസഫ് ജോൺ, പ്രോഗ്രാം കൺവീനർ ഡോക്ടർ താജ് പോൾ, ഡോക്ടർ ലൂയിസ്, സെക്രട്ടറി PK സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. ചെറുതുരുത്തിയിൽ സ്ത്രീയെ കാണാനില്ലെന്ന് പരാതി. അത്തിക്കപ്പറമ്പ് ഐനിക്കൽ വീട്ടിൽ അൻവർ ഭാര്യ 34 വയസ്സുള്ള സീനത്തിനെയാണ് കഴിഞ്ഞ 17 മുതൽ കാണാതായത്. വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് ചെറുതുരുത്തി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. എളവള്ളി ശ്രീ ദുർഗ ഭഗവതി ക്ഷേത്രത്തിലെ ക്ഷേമസമിതി നേതൃത്വത്തിൽ ബാലതാരങ്ങളുടെ പഞ്ചാരിമേള അരങ്ങേറ്റം നടന്നു. PK അഞ്ജന എന്ന പെൺകുട്ടിയും 17 ആൺകുട്ടികളുമാണ് പഞ്ചാരിമേളത്തിൽ അരങ്ങേറ്റം നടത്തിയത്. പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ അരങ്ങേറ്റ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. ബാലതാരങ്ങൾക്കൊപ്പം 40-ലേറെ വാദ്യപ്രതിഭകൾ അണിനിരുന്ന വാദ്യവിസ്മയവും ഉണ്ടായിരുന്നു. മേളഭാഗ്യശ്രീ അടാട്ട കുട്ടനാണ് അരങ്ങേറ്റം നടത്തിയ ബാലതാരങ്ങളുടെ ഗുരുനാഥൻ. മികച്ച അധ്യാപകനുള്ള ദേശീയ പുരസ്കാരം നേടിയ ഷാജു പുതൂരിനെയും 4 വർഷമായി ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയുടെ ചെയർമാനായി സേവനം അനുഷ്ഠിച്ചു വരുന്ന TV ചന്ദ്രമോഹനെയും സുവിധം ഫൌണ്ടേഷൻ ആദരിച്ചു. ഗുരുവായൂർ മാതാ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സമാദരണ സമ്മേളനം ദേവസ്വം ചെയർമാൻ TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. സുവിധം പ്രസിഡന്റ് M രാമൻകുട്ടി മേനോൻ അധ്യക്ഷത വഹിച്ചു. ജനു ഗുരുവായൂർ, VP ഉണ്ണികൃഷ്ണൻ, അനിൽ കല്ലാറ്റ് തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം KSEB ഡിവിഷൻ ഓഫീസിൽ യൂണിയനുകളുടെ റഫറണ്ടം തെരഞ്ഞെടുപ്പ് നടന്നു. സംസ്ഥാനത്തെ KSEB ജീവനക്കാരുടെ യൂണിയനുകൾക്ക് അംഗീകാരം നൽകാനായി നടന്ന തെരഞ്ഞെടുപ്പിൽ മുൻകാലത്തേക്കാൾ വീറും വാശിയും പ്രകടമായി. ഓഫീസിന് മുന്നിൽ കൊടികളും ബാനറുകളും അരങ്ങുകെട്ടി ഒരു പൊതു തെരഞ്ഞെടുപ്പിന്റെ അന്തരീക്ഷത്തിലാണ് റഫറണ്ടം തെരഞ്ഞെടുപ്പ് നടന്നത്.
കുന്നംകുളം സബ് ഡിവിഷന് കീഴിലെ 11 ഇലക്ട്രിക്കൽ സെക്ഷനുകളിലും 3 സബ് ഡിവിഷനുകളിലും റഫറൻഡം തെരഞ്ഞെടുപ്പ് നടന്നു. CITU, AITUC എന്നീ യൂണിയനുകൾക്ക് പുറമെ INTUCയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച സംയുക്ത യൂണിയനുകളുടെ സഖ്യവും മത്സരത്തിനുണ്ടായിരുന്നു. ക്യാൻസർ ബാധിതനായ യുവാവ് ചികിത്സാ സഹായം തേടുന്നു. ഗുരുവായൂർ കോട്ടപ്പടി എണ്ണക്കുറ്റ്യാനിയിൽ വീട്ടിൽ രാമൻപിള്ളയാണ് ഉദാരമതികളുടെ സഹായം തേടുന്നത്. തൊണ്ടയിലും അന്നനാളത്തിലും ക്യാൻസർ ബാധിച്ച രാമൻപിള്ള 1 വർഷത്തോളമായി ചികിത്സയിൽ കഴിയുകയാണ്. രാമൻപിള്ളയുടെ നിർധന കുടുംബത്തെ സഹായിക്കുന്നതിനായി കോട്ടപ്പടി ചേമ്പാലക്കുളം റെസിഡൻസ് അസോസിയേഷൻ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. കാത്തലിക് സിറിയൻ ബാങ്കിന്റെ ഗുരുവായൂർ കോട്ടപ്പടി ശാഖയിൽ 0042035431190701 എന്ന അക്കൌണ്ട് നമ്പറിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ്. കൊടകര ഗ്രാമപഞ്ചായത്തിലെ BJP മുന്നണി സ്ഥാനാർത്ഥികളുടെ സംഗമം വ്യാഴാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ അറിയിച്ചു. ഉച്ചയ്ക്ക് 3-ന് കൊടകര കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന സംഗമം SNDP കൊടകര യൂണിയൻ സെക്രട്ടറി KR ദിനേശൻ ഉദ്ഘാടനം ചെയ്യും. BJP ജില്ലാ പ്രസിഡന്റ് A നാഗേഷ് പങ്കെടുക്കും. BJP ഭരണത്തിലെത്തിയാൽ കൊടകരയിലെ മാലിന്യ പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണുമെന്ന് ഭാരവാഹികൾ അവകാശപ്പെട്ടു. വാർത്താസമ്മേളനത്തിൽ BJP പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് MN തിലകൻ, സെക്രട്ടറി VK മുരളി, NP ശിവൻ, EA അനൂപ്കുമാർ എന്നിവർ പങ്കെടുത്തു. ആത്മഹത്യാ ഭീഷണി മുഴക്കിയതിനെ തുടർന്നാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിക്കാൻ പൂമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് മുറ്റേലിക്ക് സീറ്റ് നൽകിയതെന്ന് ഐ ഗ്രൂപ്പ് നേതാക്കൾ ഇരിഞ്ഞാലക്കുടയിൽ ആരോപിച്ചു. സീറ്റ് നൽകുന്നതിന് പകരമായി ഇരിഞ്ഞാലക്കുട കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ബോർഡ് മെമ്പർ സ്ഥാനം രാജിവെക്കാമെന്ന് ജോസ് മുഞ്ഞേലി വാക്ക് നൽകിയിരുന്നതായും നേതാക്കൾ പറഞ്ഞു. അഡ്വക്കേറ്റ് ആന്റണി തെക്കേക്കര, നോമിനേഷൻ പിൻവലിച്ച സ്ഥാനാർത്ഥി പവിത്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇനി ജനവിധി. സ്ഥാനാർത്ഥികളായവർ മേക്ക് ഓവറിലൂടെ യഥാർത്ഥ രാഷ്ട്രീയ നേതാവാകുന്ന തിരക്കിലാണ്. മേക്ക് ഓവറിൽ അവിഭാജ്യ ഘടകം ഇത്തവണയും ഖദറും കൈത്തറിയും തന്നെ. ഷർട്ടും മുണ്ടും സാരിയും ത്രിവർണ്ണ കരയുള്ള ഷാളും കാവിക്കരയുള്ള വസ്ത്രങ്ങളുമെല്ലാമാണ് സ്ഥാനാർത്ഥികളുടെ ഔദ്യോഗിക വേഷം. പാർട്ടി ഏതുമാകട്ടെ, കൈത്തറിയും ഖദറുമില്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകനെ എങ്ങനെ തിരിച്ചറിയുമെന്നതാണ് പ്രസക്തമായ ചോദ്യം. അതിനാൽ LDFും UDFും BJPയും സ്ഥാനാർത്ഥികളുടെ ഔദ്യോഗിക വേഷമായി നേരത്തെ തന്നെ ഖദറിനെ അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വെള്ള ഖദർ ഷർട്ട് കഞ്ഞിവെള്ളത്തിൽ മുക്കി ചുളിവ് വീഴാതെ അലക്കി തേച്ച് ഉപയോഗിക്കുന്നവർ രാഷ്ട്രീയക്കാരന്റെ യൂണിഫോം വെള്ള ഖദർ ഷർട്ടും മുണ്ടുമാക്കിയിട്ട് ഏറെക്കാലമായി. രാഷ്ട്രീയക്കാരനാണെങ്കിൽ മുണ്ട് നിർബന്ധമാണ്. പാൻസിന് എന്തോ സുഖക്കുറവുണ്ടെന്നാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ മുൻവിധി. അതിനാൽ പാൻസ് ധരിക്കുന്നവർ സ്ഥാനാർത്ഥിയായാൽ മുണ്ടെടുത്ത് പ്രത്യേക പ്രാക്ടീസിനു ശേഷമാണ് വോട്ട് പിടുത്തത്തിനിറങ്ങുക. തെരഞ്ഞെടുപ്പ് വന്നതോടെ കോളടിച്ചത് കൈത്തറി വസ്ത്രവിൽപ്പനശാലകൾക്കാണ്. ഓണത്തിന് ശേഷം മങ്ങിയ വിപണിയിൽ തെരഞ്ഞെടുപ്പായതോടെ സ്ഥാനാർത്ഥികളുടെയും അണികളുടെയും തിരക്കാണ് പ്രകടമായത്. എന്നാൽ വെള്ള ഷർട്ട് എന്ന പതിവ് ലൈറ്റ് കളേഴ്സിനെ വഴിമാറി തുടങ്ങിയെന്നതാണ് പുതിയ ട്രെൻഡ്. വനിതാ സ്ഥാനാർത്ഥികൾ കൈത്തറി സാരികൾ വാങ്ങാനായി ഇത്തവണ ഏറെ എത്തുന്നുണ്ടെന്ന് ഈ രംഗത്തുള്ളവർ പറയുന്നു. ഇപ്പോൾ വരുന്ന ഭൂരിഭാഗം സ്ഥാനാർത്ഥികളും സ്ഥാനാർത്ഥികളുടെ അനുബന്ധമായിട്ടുള്ള ആൾക്കാരും സ്ഥാനാർത്ഥികളെ സഹായിക്കാൻ നടക്കുന്നവരുമാണ് കൂടുതലും വന്ന് ഒരു പരമ്പരാഗത വ്യവസായത്തിന്റെ കൈത്തറി ഖാദി അതിനുള്ള ഉൽപ്പന്നങ്ങൾ കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെട്ട് വരുന്നുണ്ട്. വനിതാ സ്ഥാനാർത്ഥികൾ കൂടുതലുള്ളത് കൊണ്ട് സാരി ഐറ്റംസ്, കൈത്തറി സാരികൾ ഇഷ്ടംപോലെ മൂവ് ചെയ്യുന്നുണ്ട്. ഇഷ്ടപ്പെട്ട ചോയ്സുകളുടെ ത്രിവർണ്ണ കളറ്, ഗ്രീൻ അല്ലെങ്കിൽ മഞ്ഞ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഐറ്റങ്ങൾ എല്ലാ പാർട്ടിക്കാരും വന്ന് എടുക്കുന്നുണ്ട്. കൊടുക്കുന്ന സ്വീകരണങ്ങൾ എടുക്കുമ്പോഴാണ് ഷാളുകളും പൊന്നാടകളും കൂടുതലായി പോകുന്നത്. നേതാക്കൾക്ക് മാത്രമല്ല അണികൾക്കും കൈത്തറി കൂടിയേ തീരൂ. കൈത്തറി സാരി 1000 രൂപ മുതൽ 4000 രൂപ വരെയാണ് വില. ഷർട്ടിന്റെ വില 700 രൂപ മുതൽക്ക് ആരംഭിക്കും. മിക്ക സ്ഥാനാർത്ഥികളും 4-5 ജോഡി വീതം കൈത്തറി വസ്ത്രങ്ങൾ വാങ്ങിയാണ് മടങ്ങുക. കൂടെ അണികൾക്കും വാങ്ങി നൽകണം. എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ പേരിൽ കുറെ കൈത്തറി വസ്ത്രങ്ങൾ വിറ്റഴിയുമെന്ന് ചുരുക്കം. ഷർട്ടും സാരിയും മാത്രമല്ല ഷാളുകളും ടൗലുകളും പൊന്നാടയുമെല്ലാം സീസണിലേക്കായി സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. ത്രിവർണ്ണ നിറത്തിലും കാവിയിൽ പച്ചക്കറിയുള്ളതുമായ ഷാളുകളാണ് ഏറെ ചിലവാകുന്നത്. അണികൾക്കിടയിൽ സ്ഥാനാർത്ഥിയെ വേറിട്ട് നിർത്തുന്നതിന് ഷാളുകൾ അവിഭാജ്യ ഘടകങ്ങളാണ്. എന്തായാലും സ്ഥാനാർത്ഥി കുപ്പായം തുന്നി കാത്തിരുന്ന പലർക്കും സീറ്റ് കിട്ടാകനിയായപ്പോൾ അപ്രതീക്ഷിതമായി വീണുകിട്ടിയ സ്ഥാനാർത്ഥിത്വം ഖദറിന്റെയും കൈത്തറിയുടെയും മേക്ക് ഓവറിലൂടെ ആഘോഷിക്കുകയാണ് ഇക്കൂട്ടർ. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഓരോ വകുപ്പുകളും സ്വീകരിക്കേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ ജില്ലാതല യോഗം കളക്ടറേറ്റിൽ ചേർന്നു. ജില്ലാ വരണാധികാരി കൂടിയായ കളക്ടർ ഡോക്ടർ എ കൌശികൻ അധ്യക്ഷത വഹിച്ചു.
റൂറൽ SP കാർത്തിക്, ACP CS ഷാഖുൽ ഹമീദ്, ADM CK അനന്തകൃഷ്ണൻ, തഹസിൽദാർമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം കൊഴുപ്പിക്കാൻ ചുമരെഴുത്തുമായി ഭാര്യയും ഭർത്താവും. വരയ്ക്കാൻ ആർട്ടിസ്റ്റുകളെ കിട്ടാതായ ഈ കാലഘട്ടത്തിൽ ദമ്പതികളുടെ ചുമരെഴുത്ത് ശ്രദ്ധേയമാവുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ചൂടിന് നിറച്ചാർത്ത് പകരുകയാണ് ഈ ദമ്പതിമാരുടെ ചുമരെഴുത്ത്. തൃക്കൂർ കുറവിടത്ത് സജീവനും ഭാര്യ മിനിയുമാണ് ചുമരെഴുത്തുമായി രംഗത്തുള്ളത്. ഈ ദമ്പതികളുടെ കലാവൈഭവത്തിൽ പിറവിയെടുക്കുന്നത് കളർഫുള്ളായ വരകൾ തന്നെ. ചുമരെഴുത്തിൽ നിന്ന് പ്രചാരണം ഫ്ലക്സുകളിലേക്ക് കൂടുമാറിയ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വരയ്ക്കാൻ ആർട്ടിസ്റ്റുകളെ കിട്ടാതായതോടെയാണ് സജീവൻ ഭാര്യയെയും ഒപ്പം കൂട്ടിയത്. തലയിൽ ഒരു തോർത്ത് കെട്ടി ഭർത്താവിനോടൊപ്പം വരയുടെ ലോകത്തേക്ക് ഇറങ്ങിത്തിരിച്ച മിനി ഇന്ന് നല്ലൊരു ആർട്ടിസ്റ്റായി മാറിക്കഴിഞ്ഞു. ഇവരുടെ ചുമരെഴുത്തിന് രാഷ്ട്രീയ ഭേദമില്ല. ഒരു ഭാഗത്ത് വലതുമുന്നണി സ്ഥാനാർത്ഥിയുടെ ചുമരെഴുത്ത് ഭർത്താവ് നിർവഹിക്കുമ്പോൾ മറുഭാഗത്തെ ചുമരിൽ ഇടതുമുന്നണിയുടെ പ്രചാരണം ഭാര്യയും എഴുതും. അങ്ങനെയാണ് ഈ ദമ്പതികളുടെ തിരക്ക് പിടിച്ച ചുമരെഴുത്ത്. കൂലിക്ക് ആളെ വെച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ ഉണ്ട്. കാരണം കൂലിയേക്കാൾ കൂടുതൽ അവർക്ക് അതിന് ചെലവ് കൊടുക്കണം. അപ്പോൾ അത് താങ്ങാൻ പറ്റില്ല. മാത്രമല്ല ഇപ്പോൾ ആർട്ടിസ്റ്റുകളെ കിട്ടാനായിട്ട് ഇല്ല. നമ്മൾ ഏറ്റെടുത്ത വർക്ക് പൂർത്തീകരിക്കാൻ അതിനു വേണ്ടിയിട്ട് ഭാര്യയെ കൂട്ടി നമ്മൾ ഇറങ്ങി. ഏതു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയും ചുമരെഴുതാൻ തയ്യാറുള്ള ഇവർ കഴിഞ്ഞ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ LDFന്റെയും UDFന്റെയും ചുമരെഴുത്തുമായി തങ്ങളുടെ കലാവൈഭവം തെളിയിച്ചിരുന്നു. നിറങ്ങളിൽ നീരാടിയ വരകളിൽ ഇതൾ വിരിയുന്ന ഒട്ടേറെ പുതുമകൾക്കൊപ്പം ആവശ്യക്കാർക്ക് സ്ഥാനാർത്ഥിയുടെ ചിത്രവും വരച്ചു നൽകും. തൃക്കൂർ പുത്തൂർ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികൾക്കു വേണ്ടി ദിനരാത്രങ്ങൾ നീളുന്ന പ്രചാരണമാണ് ഇപ്പോൾ സജീവനും മിനിയും ഏറ്റെടുത്തിരിക്കുന്നത്. ഒരു ദിവസം 4 മതിലുകളിൽ വീതമാണ് ദമ്പതികളുടെ കരവിരുത് പ്രകടമാകുക. ഇവരുടെ ഈ ചുവരെഴുത്തിന് കൊടിയുടെ നിറഭേദങ്ങളില്ല. തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ കാഴ്ചക്കാരിൽ കൗതുകമുണർത്തിക്കൊണ്ട് വഴിയോരങ്ങളിൽ ഈ ദമ്പതിമാരുടെ ചുവരെഴുത്ത് തുടരും. ക്യാമറമാൻ കൃഷ്ണകുമാർ K മലയിലിനൊപ്പം ശ്രീകേഷ് വെള്ളാൻകിര, TC വിനോസ്. ഇടവേള. വാർത്തകൾ തുടരുന്നു. ജനവിധിയിൽ ഇനി തദ്ദേശം. ഗുരുവായൂരിൽ 1995 തെരഞ്ഞെടുപ്പിന് ശേഷം ഇത്തവണ വീണ്ടും അധ്യക്ഷ സ്ഥാനം വനിതാ സംവരണമായിരിക്കുകയാണ്. ഹാട്രിക് തികഞ്ഞ വിജയപരമ്പര അടുത്ത തെരഞ്ഞെടുപ്പിലും തുടരാമെന്ന ആത്മവിശ്വാസത്തിൽ LDF കച്ചുകെട്ടിയിറങ്ങുമ്പോൾ വികസന മുരടിപ്പെന്ന ആരോപണവുമായി ഭരണം പിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് UDF. എന്നാൽ ആധ്യാത്മിക നഗരിയിൽ ഇതുവരെ വിജയക്കൊടി പാറിക്കാനായിട്ടില്ലെങ്കിലും മോദി തരംഗം ഉയർത്തിക്കാട്ടി അരയും തലയും മുറുക്കി BJPയും ശക്തമായി രംഗത്തെത്തിയത് ഗുരുവായൂരിലെ തെരഞ്ഞെടുപ്പ് രംഗത്തിന് വീറും വാശിയും വർദ്ധിപ്പിക്കും. ആകെ 43 സീറ്റിലേക്ക് മത്സരം നടക്കുന്ന ഗുരുവായൂരിലെ കക്ഷിനില ഇപ്രകാരമാണ്. LDFൽ CPM 19ഉം CPI 5ഉം ജനതാദൾ S 1ഉമാണ്. UDFൽ കോൺഗ്രസിന് 16ഉം CMPക്ക് 1 സീറ്റുമാണുള്ളത്. BJPയുടെ 1 കൌൺസിലറും നിലവിൽ നഗരസഭയിലുണ്ട്. സംസ്ഥാന തലത്തിലെ ചേരിതിരിവിന്റെ ഭാഗമായി UDF വിട്ട CMP അംഗം കൌൺസിലിൽ ഇപ്പോൾ നിഷ്പക്ഷ നിലപാടിലാണ്. ഹാട്രിക് വിജയത്തിലെ വികസന പ്രവർത്തനങ്ങൾ അക്കമിട്ട് നിരത്തിയാണ് LDF അംഗത്തിനിറങ്ങുന്നത്. പട്ടികജാതി ജനറൽ വിഭാഗങ്ങൾക്കായി 700 വീടുകൾ നിർമ്മിക്കുന്നതിന് 11 കോടി രൂപയുടെ ധനസഹായം, 42 കോടി രൂപ ചെലവിൽ റോഡ് നിർമ്മാണവും അറ്റകുറ്റപ്പണികളും നടത്താനായത്. പച്ചക്കറി ഉൽപാദനത്തിന് പ്രാധാന്യം നൽകി കാർഷിക മേഖലയിൽ 3 കോടി ചെലവിട്ടത്. ഇതെല്ലാം കഴിഞ്ഞ കാലങ്ങളിലെ നേട്ടമായി LDF നേതൃത്വം വിലയിരുത്തുന്നു. ഇതേസമയം ഗുരുവായൂരിന്റെ സർവ്വമേഖലകളിലും വികസന പിന്നോക്കാവസ്ഥയാണ് LDFന്റെ തുടർച്ചയായ 15 വർഷത്തെ ഭരണം കൊണ്ട് ഉണ്ടായിട്ടുള്ളതെന്ന കുറ്റപ്പെടുത്തലുമായാണ് UDF പ്രചാരണത്തിനിറങ്ങുന്നത്. ക്ഷേത്രനഗരിയുടെ വികസനത്തിൽ പൂർണ്ണ പരാജയമായിരുന്നു ഇടതുപക്ഷത്തിന്റേതെന്നും ഇവർ ആരോപിക്കുന്നു. UDF ഭരണകാലത്ത് നടത്തിയ വികസനങ്ങൾ മാത്രമാണ് ഇപ്പോഴും ഗുരുവായൂരിൽ ഉള്ളതെന്നും UDF പറയുന്നു. 2005 തെരഞ്ഞെടുപ്പിൽ 2 വാർഡ് നേടുകയും 2010 1 സീറ്റായി കുറയുകയും ചെയ്ത BJP ഇത്തവണ 42 സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. ഇടത് വലത് മുന്നണികൾ ഇത്രകാലം ഭരിച്ചതിന്റെ ദോഷവശങ്ങൾ വിശദീകരിച്ച് മോദി മോഡൽ വികസനം ഉറപ്പു നൽകിയാണ് BJP അംഗം കുറിക്കുന്നത്. ക്ഷേത്ര നഗരിയുടെ പവിത്രതയും യശസ്സും ലോകം മുഴുവൻ ഉയർത്തിക്കാട്ടാവുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളായിരിക്കും അധികാരത്തിലെത്തിയാൽ സംഭവിക്കുകയെന്നും BJP ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. 28,000-ഓളം വോട്ടർമാരുള്ള പുന്നയൂർ പഞ്ചായത്തിൽ UDF 16, LDF 4 എന്നതാണ് നിലവിലെ കക്ഷിനില. 20 വാർഡുകളാണ് പഞ്ചായത്തിലുള്ളത്. 8 സീറ്റ് ലീഗും 7 സീറ്റ് കോൺഗ്രസും 1 UDF സ്വതന്ത്രനുമാണ് ജയിച്ചത്.
പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിലും ഭരണപരമായ വിഷയങ്ങളിൽ കോൺഗ്രസും ലീഗും തമ്മിലുമുണ്ടായ തർക്കമാണ് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്തുണ്ടായ പ്രധാന സംഭവങ്ങൾ. ആദ്യത്തെ 33 മാസം ലീഗും പിന്നീടുള്ള 27 മാസം കോൺഗ്രസും പ്രസിഡന്റ് സ്ഥാനം പങ്കിട്ടു. വൈസ് പ്രസിഡന്റ് സ്ഥാനവും ഇതേ രീതിയിൽ വീതം വെച്ചു. 4 സീറ്റാണ് LDFിനുള്ളത്. പഞ്ചായത്തിലെ 9 വാർഡുകളിൽ ഇത്തവണ വനിതാ സംവരണമാണ്. മന്ദലാംകുന്ന്, എടക്കര വെസ്റ്റ്, കടാമ്പുള്ളി, എടക്കഴിയൂർ നോർത്ത്, കാജ കമ്പനി, എടക്കഴിയൂർ വെസ്റ്റ്, എടക്കഴിയൂർ ഈസ്റ്റ്, പഞ്ചവടി സൗത്ത്, അകലാട് സൗത്ത്, മൂന്നയിനി ഈസ്റ്റ് എന്നിവയാണ് വനിതാ സംവരണ വാർഡുകൾ. ബദർപള്ളി വാർഡ് പട്ടികജാതി സംവരണവും പഞ്ചവടി നോർത്ത് പട്ടികജാതി സ്ത്രീ സംവരണവുമാണ്. നിലവിൽ ഭരണത്തിലുള്ള UDF നേട്ടങ്ങളായി പറയുന്നത് ഇവയാണ്. ഭവന നിർമ്മാണ സഹായം 500 പേർക്ക് നൽകി. 40 വീടുകൾ പഞ്ചായത്ത് ഫണ്ടിൽ നിർമ്മിച്ചു. എല്ലാ വാർഡിലും റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചു. തുടങ്ങി ഭരണമുന്നണി അവകാശവാദം ഉയർത്തുമ്പോൾ ഇടതുയർത്തുന്ന ആക്ഷേപങ്ങൾ ഇവയാണ്. 5 വർഷ കാലയളവിൽ 5 കോടി രൂപ ലാപ്സാക്കി. കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിഞ്ഞില്ല. നികുതി 5 ഇരട്ടിയായി വർദ്ധിപ്പിച്ചു. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും ആയുർവേദ ഡിസ്പെൻസറിയുടെയും പ്രവർത്തനം കാര്യക്ഷമമല്ല. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് പട്ടയം നൽകാൻ ഒരു നടപടിയും സ്വീകരിച്ചില്ല. IAS ഭവന പദ്ധതി പൂർത്തിയാക്കിയില്ല. പ്രതിപക്ഷം ആരോപണശരങ്ങൾ തൊടുക്കുമ്പോൾ BJPയും പ്രതീക്ഷകളോടെ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ട്. ജനങ്ങളുടെ ആവശ്യങ്ങൾ ഇവയാണ്. വർഷങ്ങളായിട്ടുള്ള കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണുക. കൃഷി ചെയ്യാതെ കിടക്കുന്ന കുട്ടാടൻ പാടശേഖരത്ത് കൃഷിയിറക്കാൻ സഹായിക്കുക. കൂടുതൽ ബസ് സർവീസുകളും വ്യാപാര സ്ഥാപനങ്ങളും വേണം. പഞ്ചായത്ത് സേവനങ്ങൾ കാര്യക്ഷമമാക്കുക. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ശോചനീയാവസ്ഥ പരിഹരിക്കുക. മന്ദലാംകുന്ന് ബീച്ച് വികസനം പൂർത്തീകരിക്കുക എന്നിവയാണ്. 15 സീറ്റുകളുള്ള കാറളം പഞ്ചായത്തിൽ നിലവിൽ LDF ആണ് ഭരിക്കുന്നത്. ആരോപണ പ്രത്യാരോപണങ്ങളുമായി പോരാട്ടം ശക്തമാണ് കാറളം പഞ്ചായത്തിൽ. 15 വാർഡുകളുള്ള പഞ്ചായത്തിൽ LDFന് 10ഉം UDFന് 5ഉം സീറ്റുകളാണുള്ളത്. കാറളം ഗ്രാമപഞ്ചായത്തിനെ തരിശുരഹിത പഞ്ചായത്താക്കുന്നതിന് തരിശുരഹിത പഞ്ചായത്ത് പദ്ധതി രൂപീകരിച്ച് ഒരു പരിധിവരെ തരിശുരഹിതമാക്കാൻ സാധിച്ചതായി ഭരണപക്ഷം പറയുന്നു. ഇതുവഴി ഏക്കർ കണക്കിന് തരിശുഭൂമി കൃഷിയോഗ്യമാക്കാൻ സാധിച്ചു. എല്ലാ അംഗൻവാടികളും വൈദ്യുതീകരിച്ചു. പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ പ്രതിപക്ഷ മെമ്പർമാരെ കൂടി സഹകരിപ്പിച്ച് 12.86 കോടി രൂപയുടെ വികസനം നടത്തുവാൻ സാധിച്ചതായി ഭരണസമിതി അവകാശപ്പെടുന്നു. കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും വേണ്ടി ഒരു പദ്ധതിയും നടപ്പിലാക്കുവാൻ ഇടതുമുന്നണി ഭരണത്തിന് സാധിച്ചില്ലെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതികൾ രൂപം നൽകിയെങ്കിലും ഒരെണ്ണമൊഴികെ മറ്റൊന്നും നടപ്പിലാക്കാൻ പഞ്ചായത്തിനായില്ല. MP MLA ഫണ്ടുകൾ ഒഴികെ മറ്റൊരു വികസനവും കാറളത്ത് നടത്തിയില്ലെന്നും പ്രതിപക്ഷം വിലയിരുത്തുന്നു. നിയോജകമണ്ഡലത്തിൽ കാറളം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ ആരംഭിക്കണം. സബ് സെന്ററുകളുടെ ശോച്യാവസ്ഥ പരിഹരിച്ച് ഡോക്ടർമാരെ നിയോഗിക്കണം. സർക്കാർ തലത്തിൽ സ്കൂൾ ആരംഭിക്കണം. അറവുശാല, പൊതുശ്മശാനം എന്നിവ വേണം. KLDC കനാലിൽ മോട്ടോറുകൾ സ്ഥാപിച്ച് പഞ്ചായത്തിലെ തരിശായി കിടക്കുന്ന മുഴുവൻ കൃഷിസ്ഥലങ്ങളും ഉപയുക്തമാക്കണം. തുടങ്ങിയവയാണ് വോട്ടർമാരുടെ പ്രധാന ആവശ്യങ്ങൾ. ജില്ലയിലെ പ്രധാന കുടിവെള്ള പദ്ധതികളുടെ പൈപ്പ് ലൈനുകൾ കടന്നുപോകുന്ന ഈ പഞ്ചായത്തിൽ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട്. വാതക പൈപ്പ് ലൈൻ സംബന്ധിച്ച ആശങ്കകളും പരിഹരിക്കാൻ സാധിച്ചില്ലെന്നും ജനങ്ങൾക്ക് പരാതിയുണ്ട്. നിയോജകമണ്ഡലത്തിൽ CPMനും CPIക്കും ഒരുപോലെ വേരോട്ടമുള്ള പഞ്ചായത്ത് വർഷങ്ങളായി LDFന്റെ ഭരണത്തിലാണ്. ക്രിയാത്മക പ്രതിപക്ഷമായതിന്റെ ഗുണഫലം ഉയർത്തിക്കാട്ടി പഞ്ചായത്ത് ഭരണം പിടിക്കാൻ UDF ശ്രമിക്കുമ്പോൾ ഇരുമുന്നണികളുടെയും അവിശുദ്ധ കൂട്ടുകെട്ടും വികസന മുരടിപ്പും പ്രചരിപ്പിച്ച് അക്കൌണ്ട് തുറക്കാനാണ് BJPയുടെ ശ്രമം. SNDPയും KPMS വോട്ടുകളും തിരഞ്ഞെടുപ്പിൽ നിർണായക ശക്തിയായേക്കും. നിലവിൽ വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് UDF ഭരണത്തിലാണുള്ളത്. 16 വാർഡുകളാണ് പഞ്ചായത്തിൽ ഉള്ളത്. 16 സീറ്റുകളിൽ UDF 14, LDF 2 എന്നിങ്ങനെയാണ് കക്ഷിനില. പഞ്ചായത്തിലെ 7 വാർഡുകൾ ഇത്തവണ വനിതാ സംവരണമാണ്. പറയങ്ങാട്, കൌക്കാനപ്പെട്ടി, ഞമനേങ്ങാട്, അഞ്ഞൂർ, പടിഞ്ഞാറെ വൈലത്തൂർ, കല്ലൂർ, തെക്കേക്കാട് എന്നീ വാർഡുകളിലാണ് വനിതാ സംവരണം. വട്ടംപാടം വാർഡ് പട്ടികജാതി സംവരണവും കൊമ്പൻതറ വാർഡ് പട്ടികജാതി വനിതാ സംവരണവുമാണ്. ഭരണപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന നേട്ടങ്ങൾ ഇവയാണ്. സമ്പൂർണ്ണ ഭവന നിർമ്മാണ പദ്ധതി നടപ്പിലാക്കി. പദ്ധതിയുടെ ഭാഗമായി 550 ഭവനരഹിതർക്ക് 11 കോടി രൂപ ചെലവിൽ വീട് നിർമ്മിച്ചു കൊടുത്തു. പഞ്ചായത്തിലെ എല്ലാ റോഡുകളും സഞ്ചാരയോഗ്യമാക്കി. സമ്പൂർണ്ണ നെൽകൃഷി പദ്ധതി നടപ്പിലാക്കി. തുടങ്ങിയവയാണ് ഭരണപക്ഷം നേട്ടങ്ങളായി പറയുന്നത്. എന്നാൽ ഭരണപക്ഷത്തിന്റെ വാദങ്ങൾ ഖണ്ഡിക്കുകയാണ് പ്രതിപക്ഷം. റോഡുകളുടെ ശോചനീയാവസ്ഥ, റോഡ് പണികളിലെ അഴിമതികളുമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. പഞ്ചായത്തിൽ അറവുശാലകളോ ശാസ്ത്രീയമായ മാർക്കറ്റോ ഇല്ല. കെട്ടിട നികുതി കുത്തനെ കൂട്ടിയത് ജനത്തെ ബുദ്ധിമുട്ടിലാക്കി. പഞ്ചായത്തിന് സ്വന്തമായി കളിസ്ഥലമില്ല. പൊതു ഇടങ്ങളിൽ കയ്യേറിയ കെട്ടിടങ്ങൾക്ക് അനുമതി നൽകി. കമ്മ്യൂണിറ്റി ഹാൾ ജനങ്ങൾക്ക് ലഭ്യമല്ല. തുടങ്ങിയ ആരോപണങ്ങളാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. നിലവിൽ അംഗങ്ങളില്ലെങ്കിലും BJP ഇത്തവണ ശക്തമായി രംഗത്തുണ്ട്. ഇടതും വലതും ഒരു നാണയത്തിന്റെ ഇരുപുറങ്ങളാണെന്നാണ് BJPയുടെ പക്ഷം. ജനങ്ങളുടെ ആവശ്യങ്ങൾ ഇവയാണ്. ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ വേണം. പ്രഖ്യാപിച്ച പദ്ധതികൾ എല്ലാം പൂർത്തീകരിക്കണം. ഓഡിറ്റോറിയങ്ങൾക്ക് മുൻവശത്തെ റോഡുകളിലെ പാർക്കിംഗ് നിരോധിച്ച് യാത്രാക്ലേശം പരിഹരിക്കുക. ഗവൺമെന്റ് വിദ്യാലയങ്ങളിലെ ശോചനീയാവസ്ഥ പരിഹരിക്കുക. തുടങ്ങിയവയാണ് വോട്ടർമാരുടെ ആവശ്യങ്ങൾ.
ഇരിഞ്ഞാലക്കുട നഗരസഭയിൽ കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥി മത്സരത്തിൽ നിന്ന് പിന്മാറി. കെപിസിസിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഗാന്ധിഗ്രാമം ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന തങ്കമ്മ പാപ്പച്ചൻ പിന്മാറിയത്. യുഡിഎഫ് കൈപ്പറമ്പ് 2ാം വാർഡ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ബിപിൻ വടേരിയാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ബീന ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി RK അഷ്റഫ്, സ്ഥാനാർത്ഥികളായ അജിത കൃഷ്ണൻ, MP സന്തോഷ്, ജിമ്മി ചൂണ്ടൽ, PM ഹനീഫ, അരുൺ അശോക് തുടങ്ങിയവർ സംസാരിച്ചു. BJP ഗുരുവായൂർ നഗരസഭാ സ്ഥാനാർത്ഥി സംഗമം അഖിലേന്ത്യാ സഹ സംഘടനാ സെക്രട്ടറി G സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജനറൽ സെക്രട്ടറി രവികുമാർ ഉപ്പത്ത് അധ്യക്ഷത വഹിച്ചു. T ചന്ദ്രശേഖരൻ, PM ഗോപിനാഥ്, ജസ്റ്റിൻ ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. ജാമ്യത്തിലിറങ്ങി മുങ്ങിയ കുഴൽപ്പണക്കേസിലെ പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. മന്ദലാംകുന്ന് എലവളപ്പിൽ ആഷിഖാണ് പിടിയിലായത്. 2006-ൽ കുഴൽപ്പണം തട്ടാൻ ശ്രമിച്ച 6-അംഗ സംഘത്തിലെ പ്രധാനിയായിരുന്നു ആഷിഖ്. 9 വർഷമായി ഇയാൾ ഒളിവിലായിരുന്നു. കുന്നംകുളം SI ഫർഷാദിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതി മന്ദലാംകുന്നിൽ നിന്ന് പിടിയിലായത്. പ്രസിദ്ധമായ ചേർപ്പ് തിരുവള്ളക്കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വിജയദശമിയോടനുബന്ധിച്ച് പുസ്തക പൂജവയ്പ്പിന് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെത്തി. ക്ഷേത്രം മേൽശാന്തി പരമേശ്വരൻ നമ്പൂതിരി കുട്ടികളിൽ നിന്ന് പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി സരസ്വതി മണ്ഡപത്തിൽ സമർപ്പിച്ചു. ഇത്തവണ 2 ദിവസമാണ് അടച്ചുപൂജ. വിജയദശമി ദിവസമായ വെള്ളിയാഴ്ച 10,000-കണക്കിന് കുരുന്നുകളാണ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര സന്നിധിയിൽ ആദ്യാക്ഷരം കുറിക്കാനെത്തുക. ക്ഷേത്ര ദർശനത്തിനെത്തുന്നവർക്കായി എല്ലാ സൌകര്യങ്ങളും ഒരുക്കുന്നതോടൊപ്പം തിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള ഫ്ളൈഓവർ സംവിധാനവും സജ്ജമാക്കിയിട്ടുണ്ടെന്ന് ദേവസ്വം സെക്രട്ടറി AA കുമാരൻ പറഞ്ഞു. തിരുവള്ളക്കാവ് അനുഷ്ഠാന കലാപീഠം 5ാം വർഷ വിദ്യാർത്ഥികളുടെ 2ാം ബാച്ചിന്റെ മേള അരങ്ങേറ്റവും നടന്നു. നവരാത്രി ആഘോഷ കലാപരിപാടികളോടനുബന്ധിച്ച് 100 കണക്കിന് കലാകാരന്മാരും കലാകാരികളുമാണ് ക്ഷേത്രസന്നിധിയിൽ അരങ്ങേറ്റം കുറിച്ചത്. അടച്ചുപൂജയായ ബുധനാഴ്ചയും വ്യാഴാഴ്ചയും രാവിലെ മുതൽ രാത്രി വരെ വിവിധ കലാപരിപാടികളും അരങ്ങേറും. ആനക്കല്ലിൽ വൈദ്യുതി പോസ്റ്റിൽ തെരഞ്ഞെടുപ്പ് പോസ്റ്ററുകൾ പതിച്ച കേസിൽ 2 പേരെ നെടുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തു. അവിണിശ്ശേരി സ്വദേശി മേലിട്ട് വിനയകുമാർ, പാലത്തിങ്കൽ വീട്ടിൽ ജയരാജ് എന്നിവരെയാണ് SI S ഷാജിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. തളിക്കുളം ഇടശ്ശേരി ബീച്ചിൽ 15-കാരിയായ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ 56-കാരനെ വാടനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. തളിക്കുളം തമ്പാൻകടവ് സ്വദേശി കുട്ടമ്പറമ്പത്ത് കൃഷ്ണൻകുട്ടിയാണ് അറസ്റ്റിലായത്. വാടനപ്പള്ളി മത്സ്യമാർക്കറ്റിൽ മത്സ്യവിതരണക്കാരനാണ് കൃഷ്ണൻകുട്ടി. 5 മാസം മുമ്പാണ് കേസിനാസ്പദമായ സംഭവം. മാർക്കറ്റിൽ നിന്ന് ഇയാൾ വീട്ടിലെത്തിക്കുന്ന മീൻ വാങ്ങാൻ കുട്ടി പതിവായി എത്താറുള്ളതായി പറയുന്നു. വീട്ടിലെത്തിയ കുട്ടിയെ ഇയാൾ പീഡിപ്പിക്കുകയായിരുന്നു. പലതവണ ഇയാൾ കുട്ടിയെ പീഡനത്തിനിരയാക്കിയിട്ടുള്ളതായി പോലീസ് പറഞ്ഞു. സംശയത്തെ തുടർന്ന് ഗൈനക്കോളജിസ്റ്റിനെ കൊണ്ടു നടത്തിയ പരിശോധനയിലാണ് 5 മാസം ഗർഭിണിയാണെന്ന വിവരം വീട്ടുകാർ അറിയുന്നത്. അമ്മ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത്. ഇടശ്ശേരി ബീച്ചിൽ നിന്ന് നാട്ടുകാരുടെ സഹായത്തോടെയാണ് വലപ്പാട് CI R രതീഷ് കുമാർ, വാടനപ്പള്ളി SI S അഭിലാഷ് കുമാർ എന്നിവർ പ്രതിയെ പിടികൂടിയത്. വീട്ടിൽ ഭാര്യയും കുട്ടികളും ഇല്ലാത്ത സമയത്താണ് പെൺകുട്ടിയെ പ്രതി പീഡിപ്പിച്ചിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. കാട്ടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്ന യുവാവിനെ കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. എടത്തിരുത്തി സ്വദേശി ചൂണ്ടയിൽ ജിനേഷിനെയാണ് SI മനു V നായർ അറസ്റ്റ് ചെയ്തത്. വധശ്രമങ്ങളടക്കം നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. 1 മാസം മുമ്പ് ഇയാളുടെ ജ്യേഷ്ഠൻ ധനേഷിനെ കഞ്ചാവ് വിൽപ്പന നടത്തിയതിന് കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അഡീഷണൽ SI PT വർഗീസ്, CPOമാരായ രാജു, ജയചന്ദ്രൻ, വിനോഷ്, ഷോണി, സൈജു എന്നിവരും പ്രതിയെ അറസ്റ്റ് ചെയ്ത സംഘത്തിൽ ഉണ്ടായിരുന്നു. പടവരാട് രാമഞ്ചിറയിൽ ഒറ്റ രാത്രി കൊണ്ട് സ്വകാര്യ കമ്പനിയുടെ മൊബൈൽ ടവർ സ്ഥാപിച്ചതിനെതിരെ നാട്ടുകാർ പ്രക്ഷോഭവുമായി എത്തി. രാമഞ്ചിറയിൽ സ്വകാര്യ കമ്പനിയുടെ പറമ്പിലാണ് റെഡിമെയ്ഡ് ഫൌണ്ടേഷൻ അടക്കം ടവർ സ്ഥാപിച്ചത്. പടവരാട് കേസിൽ മൊബൈൽ ടവർ സ്ഥാപിക്കുന്നതിനെതിരെ നാട്ടുകാരുടെ സമരം നടക്കുന്നതിനിടെയാണ് രാമഞ്ചിറയിൽ ടവർ സ്ഥാപിച്ചിട്ടുള്ളത്. നാട്ടുകാർ ഉല്ലൂർ പോലീസിൽ പരാതി നൽകി. സ്റ്റോപ്പ് മെമ്മോ ലഭിക്കുന്നതിനായി വാർഡ് മെമ്പർ പുത്തൂർ പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. DYFI ജില്ലാ പ്രസിഡന്റ് KV സജു, PB സുരേന്ദ്രൻ, KB അർജുനൻ, ലാൽ ചെറമ്മൽ, റപ്പായി ചുള്ളിപ്പറമ്പിൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നിരവധി നാട്ടുകാർ പ്രതിഷേധവുമായി ടവർ പരിസരത്തെത്തി. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലെ UDF പഞ്ചായത്ത് തല കൺവെൻഷൻ പൈങ്കുളത്ത് DCC പ്രസിഡന്റ് O അബ്ദുറഹ്മാൻ കുട്ടി ഉദ്ഘാടനം ചെയ്തു. ഗിരിജാവല്ലഭൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. UDF നിയോജക മണ്ഡലം പ്രസിഡന്റ് E വേണുഗോപാലൻ മുഖ്യപ്രഭാഷണം നടത്തി. ജോണി മണിച്ചിറ, രാജൻ വെട്ടത്ത്, CP ഗോവിന്ദൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. നടവരമ്പ് ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നെൽകൃഷിയുടെ വിളവെടുപ്പ് നടന്നു. വിദ്യാർത്ഥികൾ കൃഷി ചെയ്ത 2 ഏക്കർ സ്ഥലത്തെ നെൽകൃഷിയുടെ കൊയ്ത്തുത്സവത്തിന്റെ ഉദ്ഘാടനം ഇരിഞ്ഞാലക്കുട DYSP PA വർഗീസും നേന്ത്രവാഴ കൃഷിയുടെ വിളവെടുപ്പ് ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ജോസ് തെക്കനും നിർവഹിച്ചു. PTA വൈസ് പ്രസിഡന്റ് മല്ലിക ആനന്ദൻ അധ്യക്ഷയായി. ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾ തുടർച്ചയായി 7ാം വർഷമാണ് നെൽകൃഷി ചെയ്ത് വിളവെടുക്കുന്നത്.
ഇനി പ്രധാന വാർത്തകൾ. ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തിയ ചാവക്കാട് താലൂക്ക് ഓഫീസ് മാർച്ചിൽ സംഘർഷം. എസ്ഐ അടക്കം 4 പോലീസുകാർക്കും 2 ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കും പരിക്ക്. ഗുരുവായൂർ ഏകാദശി വിളക്കാഘോഷങ്ങൾക്ക് ശനിയാഴ്ച തുടക്കം. ചെമ്പൈ സംഗീതോത്സവം നവംബർ 8-ന് ആരംഭിക്കും. തീരദേശത്ത് വെള്ളിയാഴ്ച മോഷണക്കേസിലെ പ്രതികളായ 2 പേരെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. ചളിങ്ങാട് സ്വദേശി അഫ്സലും പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിയുമാണ് പിടിയിലായത്. ഇതോടെ ഗ്രാമവാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.